ഇവിടെ നിറച്ച് റംബൂട്ടാനാണ്. അങ്ങനെ ചെറിയ സൈസ് എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറുതാണ്. നമ്മുടെ അമ്മച്ചിമാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൈ എത്തിച്ച് പറിച്ചോട്ടോ. ഉണ്ടോ നേരത്തെ നമ്മൾ കണ്ടാൽ മൊട്ടക്കുന്നല്ല, അതൊരു വലിയ പാറയാണ്. രതീഷ് കമാൺ. നമുക്ക് പഴംപൊരിയും ചായ റെഡി ആയിക്കൊണ്ടിരിക്കണേ. പഴംപൊരി വിത്ത് ചായ. യെസ്, ഇപ്പോൾ ടൈം ഏകദേശം 4:30 ഏർലി മോർണിംഗ്. നമ്മൾ റൈഡ് പോവാണേ. ദൂരെ നോക്കിയേ, അവിടെ ഒരു മല മൊത്തമായിട്ട് കോടയിൽ പൊതഞ്ഞ് നിൽക്കുകയാണ്. ഏർലി മോർണിംഗ് ഒരു 6 ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? അങ്ങനെ ആ മലകളൊക്കെ കടന്ന് നമ്മൾ നേരെ ഒരു പുഴയിൽ വന്നു. ഈ പുഴയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന അതേ മലയാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് വന്നത്. ഓഹ്, അടിപൊളി ഗ്രാമമല്ലേ. ഈ ഇടുക്കിക്കാർ കോട്ടയംകാരൊരു ഭാഗ്യം. എവിടെ നോക്കിയാലും മലകളും ഇതുപോലത്തെ വെള്ളച്ചാട്ടങ്ങളും. എന്തായാലും ഒരു ലൈഫ്. നേരെ നോക്ക്, കോട വരിവരിയായി നിന്ന് പോകുക മലകളുടെ ഇടയിൽ കൂടി. എന്ത് കാഴ്ചയല്ലേ. ഇവിടെ ഒരു ചെറിയ എട്ടുകാലി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സ്ട്രീം എന്ന് നോക്കിയേ, ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം. അത് ഫുൾ ബ്ലാക്ക് ഷെയ്ഡിൽ നേരം വെളുത്ത് വരുന്നുള്ളേ. അതാണ് കുറച്ച് ഇരുട്ടായിട്ടൊരു മൂടി ലുക്കിൽ വന്നേക്കുന്നത്. അതിങ്ങനെ അവിടെ നിന്ന് വന്ന് പാറകളിലൊക്കെ തട്ടി എന്ത് രസമാണെന്ന് പറയും ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ. നമ്മളതിൽ ലയിച്ചു പോകും, അത്ര ബ്യൂട്ടിഫുള്ളാണ്. എറണാകുളം, കോട്ടയം, മലയോര പ്രദേശങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തേണ്ടി വരും. കാരണം എല്ലായിടത്തും കാഴ്ചകളാണ്. വെള്ളച്ചാട്ടമായാലും മലകളായാലും കോടയായിട്ടും. എന്താ ഭംഗി. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? കാഞ്ഞാറാണ്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഏലപ്പാറ വഴി വാഗമണിലേക്കാണ്. വാഗമണിലേക്ക് ഈ ഒരൊറ്റ റൂട്ടോ ഉള്ളോ എന്ന് ചോദിച്ചാൽ അല്ല. കുട്ടിക്കാനം വഴി വാഗമണിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മളിന്ന് തിരഞ്ഞെടുക്കുന്ന ഈ റൂട്ടിലാണ്. അപ്പോൾ കാഞ്ഞാറിൽ നിന്നും ഇലവിഴപ്പൂഞ്ചിറ വഴി വരുമ്പോൾ ഒരു കിടിലം വാട്ടർഫോൾസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വാട്ടർഫോൾസിൽ തന്നെ കണ്ടോ എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് നോക്കി. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്ന് കിടിലൻ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല ഫോഗിയും മിസ്റ്റി ആയിട്ടുള്ള കിടിലൻ അറ്റ്മോസ്ഫിയർ. അങ്ങനത്തെ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏലപ്പാറ വഴി നേരെ വാഗമണിലേക്ക് പോകും. കുറച്ചധികം സ്പോട്ട് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഏലപ്പാറയിലേക്ക് പോകും. ഏലപ്പാറയിൽ നിന്നും നേരെ വാഗമണിലേക്കും പോകും. ഈ വഴി നേരെ വാഗമൺ ലൊക്കേഷനിലേക്ക് നേരെ പോയാൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളും കിടില സ്പോട്ടുകളും നമുക്കിന്ന് കാണാം. സോ നമുക്കിന്ന് ഈ വഴി പോകും. സോ നമ്മൾ വന്ന വഴിക്കേ കുറേ റംബൂട്ടാൻ കണ്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒരു കിടിലം വ്യൂ പോയിൻ്റ് കിട്ടി. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. നല്ല ഹൈറ്റ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, താഴെ നിറച്ച് റംബൂട്ടാനാണ്. കുറേ ഉണ്ട്. ഇപ്പോൾ സീസണായിരിക്കും. എങ്ങനെയുണ്ട് റംബൂട്ടാൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ബാക്കിൽ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ പോയിൻ്റ്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? കിടിലം വ്യൂ പോയിൻ്റാണേ. ആഹാ, തലയില്ലാത്ത തെങ്ങ്, കാട്, മലകൾ, ഒരു പുഴയും കൂടി കുറവുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നടുക്ക് താഴെ പുഴ പോകണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ മൂലമറ്റത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. കിടിലല്ലേ. മൂലമറ്റം എല്ലാവർക്കും അറിയാലോ, ഒരു പവർ സ്റ്റേഷനാണ്. ഏഷ്യയിലെ തന്നെ വലിയൊരു പവർ സ്റ്റേഷനാണ്. സോ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. പിന്നെ നമ്മൾ റംബൂട്ടാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ നേരെ ഒരു വലിയ മലയാണ് കാണുന്നത്. റൈറ്റ് സൈഡിലൊരു വലിയ മലയാണ്. ആ മല ചെത്തിയുണ്ടാക്കിയ റോട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ ശരിക്കും പോകുന്നത്. ആ ഒരു കാഴ്ച, ചെറുതായിട്ട് മഴകൾ ഇങ്ങനെ തുള്ളിയായിട്ട് നമ്മുടെ മേത്തടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. നമ്മളൊരു കിടിലൻ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? 360 റൊട്ടേറ്റിംഗ് പ്ലേസ് ആണ്. ഇവിടെ എല്ലാ സ്ഥലവും കിടിലനാണ്. അത് നമ്മൾ പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് വരാണെങ്കിൽ എല്ലാ സ്ഥലവും കിടിലനാണ്. ഇതുപോലെ ഒത്തിരി റോക്സും വ്യൂ പോയിൻറ്റ്സും 360 ആയിട്ടുള്ള കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇത് വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ഇൻ കേരള
റോഡാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ഹൈറ്റിലൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ കിടിലൻ ഒരു വ്യൂ പോയിൻ്റുള്ള സ്ഥലമാണ്. താഴെ ഒരു ചെറിയ ടൗൺഷിപ്പ് തന്നെ ഉണ്ട്, ഒത്തിരി വലുതൊന്നുമല്ല. ഇടുക്കിയിലും കോട്ടയത്തിൻ്റെയൊക്കെ ടൗൺഷിപ്പ് ഉള്ളേരിയകളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ എത്ര സൈസ് ഉണ്ടാവും അത്രയും തന്നെ. പക്ഷെ ഇതൊരു കിടിലൻ അറ്റ്മോസ്ഫിയറാണ്. അത് വിത്ത് മിസ്റ്റി ആയിട്ട് കണ്ടോ, ആ മലയുടെയൊക്കെ മുകളിൽ ഫുള്ള് മഞ്ഞാണ്. ആൻഡ് കിടിലനൊരു ലൊക്കേഷനാണ്, കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏലപ്പാറയ്ക്ക് പോകുമ്പോൾ കാണുന്നൊരു കിടിലൻ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഈ റോഡ് വഴിയാണ് നമ്മളിനി ഏലപ്പാറയ്ക്ക് പോകാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഈ സ്ട്രീമിൽ നിന്ന് വരുന്ന വാട്ടർഫോൾസ് കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു കുഞ്ഞ് ടോഡി ഷോപ്പ് കണ്ടത്. ടോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മലയാളികളുടെ അല്ല, നമ്മുടെ പ്രിയപ്പെട്ട കള്ള് ഷോപ്പാണ്. ഭയങ്കര സീറ്റിംഗ് സ്പേസൊക്കെ ഇത്രേ ഉള്ളൂ, ഒരു 4-5 ബെഞ്ച് മാത്രം ഇടാനുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളർഫുള്ളല്ലേ. ഒത്തിരി കളർഫുള്ളൊന്നുമല്ല, പക്ഷേ കിടിലനാണ്. ലൈസൻസി പേരൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മാറ്റണം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഇലപ്പള്ളി എന്നാണ്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഈ കള്ള് ഷോപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ, ടോഡി ഷോപ്പ്. ഓക്കെ, സോ നമുക്ക് ഈ വഴി തന്നെയാണ് പോകാനുള്ളത്. പോവാം. ഇവിടെ ഒരു ചെറിയ മരം മൊത്തം കുടംപുളിയാണ്, കൈയെത്തിച്ച് പറിക്കാവുന്ന ഹൈറ്റേ ഉള്ളൂ. ഇതാണ് കുടംപുളിയുടെ ആ ഒരു മരം. ഒത്തിരി റൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരായാലും കാണുന്നുണ്ടെങ്കിൽ നേരെ പിള്ളേരെ വിളിച്ചുകൊണ്ട് കോട്ടയം ഈ ഇലപ്പള്ളി എന്ന് പറഞ്ഞ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഈ മരം ശ്രദ്ധിച്ചോ, പറയ്ക്കൊന്നും ചെയ്യരുത്, ചോദിച്ചാൽ തരും. ഇവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. അപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അവിടെയാണ് കോട. അങ്ങനെ നമ്മുടെ യാത്രയിൽ കിടിലൻ ഒരു ഫ്രെയിമിലേക്കാണ് നമ്മൾ എത്തിച്ചെല്ലുന്നത്. യാത്രയിലെ ഫ്രെയിം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. വാഗമണിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏലപ്പാറയിലേക്ക് എത്താൻ കുറച്ച് മുമ്പ് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ഫോഗി ആയിട്ടുള്ള ഒരു മൊട്ടക്കുന്നാണ്. അങ്ങിങ്ങായിട്ട് നമുക്ക് ഫോഗും പിന്നെ ചെറിയ മഴത്തുള്ളികളും മിസ്റ്റി ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ മൊട്ടക്കുന്നുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏലപ്പാറയിലേക്കാണ്. അപ്പോൾ നമുക്കിനി വാഗമണിൻ്റെ അടുത്ത കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ഏലപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 8 കിലോമീറ്റേഴ്സ് ഉണ്ട് ഏലപ്പാറയ്ക്ക്. അപ്പോൾ നമുക്ക് ഏലപ്പാറേൻ്റെ വാഗമണിൻ്റെ എല്ലാ കാഴ്ചയും കാണാം. ഞാൻ അങ്ങോട്ട് നോക്കി, അവിടെ ജെറ്റ് പോകുന്ന നോക്കി, കണ്ടാ ജെറ്റ് പോകണോണ്ടാ. നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡിൻ്റെയും അടുത്തുള്ള സ്ഥലത്തെത്തി. ഇല്ലിക്കക്കല്ല് എല്ലാവർക്കും അറിയില്ലേ? ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. അവിടെ ഈ കാണുന്ന മലയെന്നാണ് കയറുക. അതാ കാണുന്ന ലെഫ്റ്റ് കാണുന്ന സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് വീഡിയോ പോയി കാണും കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ ടെൻഷനും മറന്ന് യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. കാരണം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള കുറേ ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു കിടിലൻ എക്സ്പീരിയൻസാണ്. നമ്മൾ എല്ലാ ഫ്രെയിമിലോട്ടും, ഫ്രെയിം മീൻസ് നമ്മൾ ഓരോ മൗണ്ടനിൽ നിന്ന് ഓരോ മൗണ്ടനിലേക്ക് ഇതുപോലെ വണ്ടി ഓടിച്ച് ചെന്ന് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. അത് പോയിട്ടുള്ളവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വാഗമണിൻ്റെ സെൻറ്ററിലെത്തി. പുള്ളിക്കാന എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡാണ് പുള്ളിക്കാന എസ്റ്റേറ്റിലോട്ട് പോകുന്നത്. റൈറ്റിലേക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ടീ ഫാക്ടറി കണ്ടിട്ടില്ലേ, അതിൻ്റെ ബംഗ്ലാവൊക്കെ ഉള്ള ആ ടീ ഫാക്ടറിയിലാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ പുള്ളിക്കാനത്തിൻ്റെ എന്തോ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എസ്റ്റേറ്റിൽ തന്നെയുള്ള. പ്ലാന്റേഷൻ്റെ മനോഹരമായ കാഴ്ചകളുടെ നടുക്കാണ് നിൽക്കുന്നത്. അങ്ങനെ വാഗമണിലെ പുള്ളിക്കാനം ടീ പ്ലാന്റേഷൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളിയല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണാണ്. വാഗമണ്ണിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കിടിലനൊരു ടീ എസ്റ്റേറ്റ് പ്ലാന്റാണ് ഇത്. അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് പുള്ളിക്കാനത്തുനിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലോട്ട് പോകണം. ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തേക്ക് പോകണ ആ ഒരു ഏരിയയിലുള്ള ഒരു കിടിലൻ ടീ പ്ലാന്റേഷനാണ്. എൻ്റെ ചുറ്റും നോക്കി കംപ്ലീറ്റ് കോടയാണ്. അപ്പോൾ ഈ കോടയെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാൻ അറിയില്ല, ഗൂഗിൾ മാപ്പൊന്നും ഓണല്ല.
കാരണം ഇവിടെ GPS-ഉം നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടിലൊരു സ്പോട്ട് കണ്ടപ്പോൾ കാണിച്ചു തന്നുള്ളൂ ജസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം എങ്ങനെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വരാം. ജസ്റ്റ് ആരെങ്കിലും ഈ പുള്ളിക്കാനത്തുള്ള ഏരിയയിലേക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കാണിച്ചു തരും ഈ ലൊക്കേഷനിലേക്കുള്ളൊരു വഴി. അപ്പോൾ കിടിലനാണ്, അടിപൊളിയാണ്. മിസ് ചെയ്യാതെ നിങ്ങൾക്കിത് കാണാൻ പറ്റട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ആ കിടിലൻ സ്പോട്ടിൽ നിന്ന് നേരെ വാഗമൺ ടൗണിലേക്കാണ് പോകുന്നത്. വാഗമൺ ടൗണാണ് ഇവിടുത്തെ മെയിൻ സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ടൗൺ. ഈ കാണുന്നതാണ് വാഗമൺ ടൗൺ. നമുക്കിപ്പോൾ അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ വാഗമൺ ടൗണിലേക്ക് പോകുന്നു. കാരണം എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും വാഗമൺ ടൗണിലേക്ക് വേണം. ഇപ്പോൾ നമ്മൾ നേരെ ഏലപ്പാറ റൂട്ടിലേക്കും കട്ടപ്പന രാട്ടുപേട്ട റൂട്ടിലേക്കുള്ള റോഡാണ് ആ കാണിച്ചത്. അപ്പോൾ ആ സൈൻ ബോർഡ് ആരും മറക്കണ്ട. ആ റോഡ് വളരെ ഭംഗിയായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആ കാണുന്ന ആനപ്പാറ തങ്ങൾപ്പാറ ആ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന വാഗമണിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ മൊട്ടക്കുന്നുകൾ. അതായത് വാഗമൺ മെഡോസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള മൊട്ടക്കുന്ന്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 6.5 കിലോമീറ്ററാണ് പാലയിമ്പാറ. ഈ ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കി, തെക്കടി, കുമളി അങ്ങനെ നേരെ സ്ട്രൈറ്റ് റോഡ് നേരെ നമുക്ക് ഇടുക്കിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. തങ്ങൾപ്പാറയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തങ്ങൾപ്പാറയാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തങ്ങൾപ്പാറ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വാഗമൺ മെഡോസിൻ്റെ മൊട്ടക്കുന്നുകളിലേക്ക് കയറുകയാണ്. ഇവിടേക്ക് കയറാൻ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും വേണ്ട. പക്ഷെ മൊട്ടക്കുന്നൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണുന്ന ഒരു മൊട്ടക്കുന്നിലേക്ക് കയറി. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇത് തന്നെയാണ്. നല്ല മഞ്ഞുണ്ട്, നല്ല കോട അടിക്കുന്നുണ്ട്. കാണുന്നതാണ് തങ്ങൾപ്പാറ. നമുക്ക് തങ്ങൾപ്പാറയിലേക്കാണ് പോകേണ്ടത്. അതിനു മുമ്പ് ജസ്റ്റ് നമ്മുടെ വാഗമൺ മെഡോസ് എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചെന്നുള്ളൂ. അറിയാലോ, വാഗമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ വരുന്നതും എൻജോയ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. നല്ല കാറ്റുണ്ട്, വോയിസ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാഗമൺ മെഡോസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ മൊട്ടക്കുന്നിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് തങ്ങൾപ്പാറയിലേക്കാണ്. തങ്ങൾപ്പാറ പലരും കേട്ടിട്ടുണ്ടാവും. തങ്ങൾപ്പാറ എന്ന് പറയുന്ന ലൊക്കേഷൻ ഒരു ജാരംബക മസ്ജിദോ എന്തോ ആണ് സത്യം പറഞ്ഞാൽ, എനിക്കറിയില്ല. ഈ കാണുന്ന വഴിയാണ് തങ്ങൾപ്പാറയിലേക്ക് പോകാനുള്ളത്. വഴി കുറച്ച് മോശമാണ്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിലാണ് തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. സലഫി ഒരു മസ്ജിദ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിലേക്കുള്ള ഒരു റൂട്ട് അതിഗംഭീരമാണ്, ഒന്നും പറയാനില്ല. കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഇതിലോട്ടൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ. ഇത് നോക്കി, എൻ്റെ ഫ്രെയിമിൽ കാണുന്ന ആ ഒരു ഫോഗി ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് തങ്ങൾപ്പാറ. അപ്പോൾ ഇവിടെ പാർക്കൊക്കെ ചെയ്യാം. നമുക്ക് പാർക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഇവിടെകളിങ്ങനെ കയറി ഇറങ്ങിപ്പോരും. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നടന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കിടിലൻ ഫ്രെയിമുകളാണ് കേട്ടോ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ തങ്ങൾപ്പാറ ആരും മിസ് ചെയ്യാതെ വരണം വാഗമണിലേക്ക് വരുമ്പോൾ. കാരണം ഇത്ര മനോഹരമായിട്ടൊരു സ്ഥലം, അതും വാഗമണിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാനിപ്പോഴാണ്. ഈ ബ്യൂട്ടിഫുൾ പ്ലേസിൽ നമുക്കൊരു കിടിലൻ കോട കിട്ടുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ മിസ് ചെയ്തൊരു സാധനമാണ്. ഇതൊക്കെയല്ലേ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഹാപ്പി കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്യണം. ഇങ്ങനെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് വീശി അടിക്കുന്ന കോടമഞ്ഞ്, അതിനുള്ളിൽ നിന്നിട്ട് ആ ഒരു തണുപ്പും ചെറുതായിട്ട് തൊട്ട് തലോടി പോകുന്ന ആ വെള്ളത്തുള്ളികളൊക്കെ ആ ഒരു പ്രത്യേക ഫീലാണ്. കണ്ടോ, നേരത്തെ നമ്മൾ കണ്ട മൊട്ടക്കുന്നല്ല, അതൊരു വലിയ പാറയാണ്. തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ പാറ. അതിന് മൂടി മഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. എന്ത് ബ്യൂട്ടിഫുള്ളാണല്ലേ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. പറയാനില്ല. അപ്പോൾ തങ്ങൾപ്പാറ എന്തായാലും നിങ്ങൾ
അപ്പോൾ തങ്ങൾപ്പാറ എന്തായാലും നിങ്ങൾ വാഗമൺ ട്രിപ്പിൽ എന്തായാലും ഉൾപ്പെടുത്താം. പലരും ജസ്റ്റ് മുട്ടക്കുന്ന് വന്നിട്ട് പോകാൻ തങ്ങൾപ്പാറയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാറുണ്ട്. അവോയ്ഡല്ല, പലരും ഈ ലൊക്കേഷൻ അറിയില്ല. ഞാൻ ചെറിയൊരു ട്രക്കിങ്ങുള്ള 20 റുപ്പീസ് അപ്പോൾ വന്നിട്ട് എല്ലാം ചെയ്തിട്ട് അപ്പോൾ 20 റുപ്പീസാണ് നമുക്ക് തങ്ങൾപ്പാറ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനും ഫീസൊക്കെ വരിക. വേറെ എക്സ്ട്രാ ചാർജസ് ആയിട്ടൊന്നുമില്ല. വണ്ടി പാർക്ക് ചെയ്യാനാണോ അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലിട്ട് കയറാനുള്ള എൻട്രൻസ് ഫീ ആണോ എന്നറിയില്ല. 20 റുപ്പീസാണ്. ഓക്കെ, പക്ഷേ വർത്താണ്. എന്നുവെച്ചാൽ ഒരുപാട് കാഴ്ചകളില്ല, എന്നാൽ അടിപൊളി കാഴ്ചകളുണ്ട്. 20 റുപ്പീസിന് എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. കണ്ട നല്ലൊരു വ്യൂ അല്ലേ? അവിടെ കുറേ പശുക്കൾ കിടക്കണ്ടേ, കണ്ടോ? മഞ്ഞാൽ നമുക്ക് അത്ര വിസിബിളായിട്ട് കാണാൻ പറ്റില്ല. പശുക്കൾ പുല്ല് മേയുന്നൊരു കാഴ്ചയാണ്. നല്ല രസമുണ്ട്. നമ്മളൊരു ചായ ആ വ്യൂ പോയിന്റ് നോക്കി എന്നാ ഭംഗിയാ നോക്ക്. ആ നല്ല മൂടായിട്ട് ഇവിടെ ഇരുന്നിട്ടൊരു ചായ കുടിയാ. സോ നമ്മളൊരു 2 ചായ പറഞ്ഞിട്ട് ചായ വരട്ടെ. പാലൊഴുമ്പാറയിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു ഷോപ്പാണിത്. ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും അടിപൊളിയാണ്. നല്ല ചായയും നല്ല പഴംപൊരിയും കിട്ടാൻ ഈ ഷോപ്പ് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പഴംപൊരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പഴംപൊരി എടുക്കാം. വിട്ടുപോകുന്നില്ല രതീഷ്, കമാൺ. നമുക്ക് പഴംപൊരിയും ചായ റെഡി ആയിക്കൊണ്ടിരിക്കണേ. പഴംപൊരി വിത്ത് ചായ. പഴംപൊരി മൊത്തം വളഞ്ഞു കുത്തിക്ക. ഇവനാണ് കറക്റ്റ് രതീഷ്. ഓ ട്രോള്. ഒരു പഴംപൊരി 2 പേർക്ക് കഴിക്കാം. നൈസ ചായ കിട്ടിയേക്കാണേ. ഈ ഷോപ്പിന് പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ പകലും പാതിരാവും എന്നൊക്കെ പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുഞ്ചാക്കോവിൻ്റെ ആ സിനിമയിലുള്ള ഷോപ്പാണ്. പിന്നെ കരിക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ തങ്ങൾപ്പാറയിൽ നിന്ന് നമ്മൾ പാലൊഴുകുംപാറയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു കിടിലൻ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ചായ കുടിക്കാം. നൈസ് ലൊക്കേഷൻ. നമ്മുടെ ഈ ടീ ഷോപ്പിൻ്റെ അവിടെ നിന്നേ ആ കടയിലെ ചേട്ടൻ പറയാണ്, ഇതാ കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്ന ആ വഴി പോലത്തെ സംഭവം ഉണ്ടോ? അത് നമ്മുടെ ഓഡിയൻ സിനിമയിലൊക്കെ കാണിക്കുന്ന ആ മാനൊക്കെ ചാടിയല്ലേ, ആ ഒരു സംഭവം കാണിക്കുന്ന ലൊക്കേഷനാണ്. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ നമ്മൾ ഈ പാട്ടിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കണം.